ശുശ്രൂഷ കാലയളവുകളിൽ ആദ്യത്തെ 12 വർഷം യേശുവിന്റെ ചരിത്രം വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുന്നുണ്ട്. 12 മുതൽ 30 വരെയുള്ള കാലയളവുകളിൽ ഒരു സൈലന്റ് പീരീഡാണ്. അദ്ദേഹം 30ാമത്തെ വർഷം തന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആദ്യത്തെ തല നമുക്ക് കാണുന്നത് യോർദാന്റെ കരയിൽ യോഹന്നാന്റെ കരയ്ക്കടിയിൽ സ്നാനപ്പെടും. അതിന്റെ മുകളിൽ വായിക്കുന്നുണ്ട് അല്ലെ. ഈ അധ്യായത്തിന്റെ ഈ മാർക്ക് തുടങ്ങുന്നത് തന്നെ യോഹന്നാന്റെ സ്നാനം മുതലാണ്. പ്രൈസ് മത്തായി തുടങ്ങുന്നത് പോലല്ല, ലൂക്കോസ് തുടങ്ങുന്നത് പോലെയല്ല, ഇവിടെ തുടങ്ങുന്നത് തന്നെ യോഹന്നാന്റെ സ്നാനം മുതൽ അല്ലേ. അപ്പോൾ ആ സ്നാനജലത്തിൽ യേശു അവിടെ ഇറങ്ങി വരുന്നത് അല്ലേ. അപ്പോൾ തന്റെ ശുശ്രൂഷ മണ്ഡലങ്ങൾ ഇറങ്ങി വന്ന ആദ്യത്തെ തലത്തിൽ ആരൊക്കെയുണ്ട്? യോർദാന്റെ കരയിൽ ആരൊക്കെയുണ്ട്? അവിടെ യോഹന്നാനുണ്ട്, യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ട്, അവിടെ പിന്നെ പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, വലിയൊരു പുരുഷാരമുണ്ട്, വലിയ ജനസമൂഹമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ കരം പിടിച്ച് ശുശ്രൂഷയ്ക്ക് ഇറക്കിയ യഹോവയാം ദൈവം സ്വർഗത്തിൽ സകലവും വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിനുപരിയായി സ്വർഗത്തിന്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുന്നു. എത്ര മനോഹരമായ സാഹചര്യങ്ങൾ എല്ലാമുള്ള ഒരു സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ വായിക്കുന്നു അവരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവ് തന്നെ ഇല്ലേ. ആ ആത്മാവിനെ യേശുവിനെ എങ്ങോട്ടാണ് പറഞ്ഞുവിടുന്നത്? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ആ രണ്ടാമത്തെ തലത്തിൽ എന്തൊക്കെയുണ്ട്? ആദ്യം കണ്ട പുരുഷാരമില്ല, ആദ്യം കണ്ട ദൈവത്തിന്റെ ശബ്ദമില്ല, ആദ്യം കണ്ട യോഹന്നാനില്ല, യാതൊന്നുമില്ല. ഒറ്റപ്പെട്ട ഒരു രണ്ടാമത്തെ തല യേശുവിന്റെ നാമത്തിൽ. ഇന്നപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിന്നെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ആത്മമണ്ഡലങ്ങളിൽ നിന്നെ വിജയത്തോട് നിർത്തുവാൻ എവിടെ ഒരുക്കിയെടുക്കണമെന്ന് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഒരാമെ പറയാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാമുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നും ഒന്നുമില്ലാത്ത മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവാണ് അവനെ ഒരുക്കിക്കൊണ്ടു പോകുവാനിടയായത്. ഈ പോലെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ദൈവാത്മാവാണ് കരം പിടിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ അതിന്റെ നടുവിൽ എന്ത് പ്രതികൂലമുണ്ടെങ്കിൽ എന്തിനു പറയുന്നത്? കാട്ടുമൃഗങ്ങളുടെ നടുവിലേശുവായിരിക്കുന്ന അനുഭവം, അവയെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ, സാധാരണ അനുഭവങ്ങൾ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ആൾക്കാരെ ഇന്നത്തെ അനുഭവങ്ങൾ, 40 ദിവസം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ, ഇതിനെല്ലാം നടുവിൽ അതിനെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ദൂരം. എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂലം വന്നാലും അതിനെ ഓവർകം ചെയ്യുവാൻ നിനക്ക് കൃപ തന്ന ദൈവത്തിന്റെ കരം നിന്റെ പേരിരിക്കും. ദൈവാത്മാവാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിൽ, ദൈവാത്മാവാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നതെങ്കിൽ നമ്മുടെ ജീവനിലേക്ക് ഭക്തിക്ക് ആവശ്യമായൊക്കെ സമയങ്ങളിൽ തന്ന് സൂക്ഷിക്കുന്ന ദൈവമത്രേ